ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീനാൾ വാഴേണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീനാൾ വാഴേണം. ആത്മനാഥ ഞാൻ നിന്നിൽ ചേരണം, എൻ മനസ്സിൽ നീനാൾ വാഴേണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നദ്ധിയിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. നമ്മുടെ എല്ലാ വേദനകളും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് കൊടുക്കാം. ആരോടും പറയാത്ത ഒത്തിരി നൊമ്പലങ്ങളുമായിട്ടാണ് നമ്മളിന്നിവിടെ ആയിരിക്കുക. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്തൊക്കെയോ വേദനകൾ, ആവശ്യങ്ങളൊക്കെ. പലപ്പോഴും അതിനെയോർത്ത് സങ്കടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. ചിലപ്പോൾ ആ വേദനയോർത്ത് നിരന്തരം കരയുന്നവരാണ് നമ്മളിൽ പലരും. ചിലപ്പോൾ എൻ്റെ കൊച്ചിനെ ഓർത്തിട്ടായിരിക്കാം, എൻ്റെ ജീവിത പങ്കാളിയെ ഓർത്തിട്ടായിരിക്കാം, എൻ്റെ തന്നെ ജീവിതത്തിൻ്റെ അവസ്ഥയെ ഓർത്തിട്ടായിരിക്കാം. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരി, ഒരു അമ്മച്ചിയാണ് എന്നെ വിളിച്ചിട്ട് പറയുക, അച്ഛാ എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, വല്ലാത്തൊരു സങ്കടമാണ്. ആ അമ്മച്ചിയുടെ സങ്കടം കാണുമ്പോൾ മനസ്സിലാവും. ഒത്തിരിയേറെ ആലോചനകൾ നോക്കുന്നുണ്ട് അച്ഛാ, പക്ഷെ ഒന്നും ശരിയാകണില്ല. എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛാ, ഒന്നും നടന്നു കിട്ടുന്നില്ല. നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെ ഒത്തിരിയേറെ മക്കൾ വിവാഹം നടക്കാതെ വിഷമിക്കുന്ന, പലവിധ തടസ്സങ്ങൾ മൂലം സങ്കടപ്പെടുന്നവർ. ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കാം മക്കളെ. നമുക്കൊന്നും അറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും, എന്തു നടക്കും എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളാണ്. അവനാണ് എല്ലാ പദ്ധതികളും വിഭാവനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ വിവാഹം നടക്കാത്ത ഏതെങ്കിലും സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. എത്ര മക്കളാണെന്നറിയോ ഓരോ ദിവസവും ഇങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണമെന്ന് വിളിച്ചു പറയുക. എപ്പോഴും ഇങ്ങനെ ഫോൺ വരും, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കുക അച്ഛാ. പഠിക്കുന്ന മക്കളെ ഓർത്ത് എന്തോരം മക്കൾക്ക് ആവലാതി. ഞാൻ ഇന്ന് ഈ നൊവേനയ്ക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് ഒരു 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 സഹോദരൻ വിളിച്ചേക്കാം, അച്ഛാ കടബാധ്യതയാണ്, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, ഇച്ചിരി സ്ഥലമുണ്ട്, അതൊന്ന് വിറ്റ് കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ മരണം മാത്രമേ അച്ഛാ മുന്നിലുള്ളൂ. തമ്പുരാൻ്റെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. ഇങ്ങനെ നിരവധി സങ്കടങ്ങൾ നമുക്ക് മക്കളെ ഓർത്ത് ഒത്തിരി വിഷമിക്കുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ പ്രവാസികളായിട്ടൊക്കെ ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ എന്തോരം വേദനകളുണ്ടെന്നറിയോ. ഒറ്റപ്പെട്ടൊക്കെ ഫീലിങ്ങാണ്. ആരുമില്ല. കുടുംബത്തിനൊക്കെ വേണ്ടി അവർ വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുക, നരകയാതനയൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. ജോലി സ്ഥലത്ത് ശമ്പളം കിട്ടാതെ വേദനിക്കുന്നവരൊക്കെ ഉണ്ട്. ചിലരൊക്കെ വിളിച്ചു പറയുമ്പോൾ നമുക്ക് സങ്കടം വരും. ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടും ഈ ചൂടത്തും ഈ തണുപ്പത്തൊക്കെ കടന്ന് പണിയെടുത്തിട്ടും ഒന്നും കിട്ടാതിരിക്കുമ്പോൾ കുടുംബത്തിന് വേണ്ടി പിന്നെയും നിൽക്കുക, ആട്ടും തുപ്പും ഒക്കെ ഇട്ട് പിന്നെയും ജീവിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇടയിലുണ്ട് ഒത്തിരി മക്കൾ ജോലിയില്ലാതെ വിഷമിക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ ഇടയിൽ ഒത്തിരി സങ്കടങ്ങളുള്ളവരുണ്ട് മനസ്സിൽ. ആരോടും പറയാത്ത ചില വേദനകളൊക്കെ നമുക്കുണ്ട്. ചിലപ്പോൾ ഈ സങ്കടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ വിഷമം വരും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ രാത്രി ഒരു 11:30 മണിക്ക് വിളിച്ചേക്കാം എന്നെ രാത്രി. എനിക്ക് ആദ്യം ദേഷ്യ വന്നേ. അവൻ വിളിച്ചിട്ട് ആദ്യം 2-3 പ്രാവശ്യം വിളിച്ചു. ഞാൻ കട്ട് ചെയ്തു. 11:30 മണി, ഈ നേരത്താണോ വിളിക്കണേ? എൻ്റെ മനസ്സിലുണ്ടായ ചിന്താഗതി എങ്ങനെയാണ്, ഈ നേരത്താണോ വിളിക്കണേ? 2-3 പ്രാവശ്യം കട്ട് ചെയ്തു. 4 പ്രാവശ്യമായപ്പോൾ ഞാൻ തുര ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എടുത്ത വഴിക്ക് ഞാൻ ചോദിച്ചത്, താങ്കൾക്ക് രാത്രിയാണെന്ന് മനസ്സിലായില്ലേ, പിന്നെ എന്തിനാ ഇപ്പോൾ വിളിക്കണേ? പുള്ളി പറഞ്ഞു, അച്ഛാ ഇതെൻ്റെ അവസാനത്തെ കോളാ, അച്ഛനും കൂടി എടുത്തില്ലെങ്കിൽ ഞാൻ മരിക്കും.
ഒരു 5 മിനിറ്റ് എന്നെ ഒന്ന് കേൾക്കാൻ പറ്റുമോ? പിന്നെ ആ മനുഷ്യൻ്റെ സങ്കടങ്ങൾ പറഞ്ഞൊരു ശരിക്കും പറഞ്ഞ ഒരു 3/4 മണിക്കൂറിൽ ആ മനുഷ്യനോട് സംസാരിച്ചു. വല്ലാത്ത സങ്കടം നിറഞ്ഞൊരു ജീവിതത്തിൻ്റെ അവസ്ഥ. ജീവിതത്തിൽ ഒത്തിരി ഇങ്ങനെ വേദന തിന്നുന്ന ചില മനുഷ്യർ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഇങ്ങനെ ഒത്തിരി വേദനിക്കുന്ന മനുഷ്യർ. അങ്ങനെ ചിലപ്പോൾ രാത്രി വിളിക്കും ഇങ്ങനെ മനുഷ്യർ. അവരുടെ വേദനകൾ കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യെശയ്യാ 49:23 എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഒരിക്കലും ലജ്ജിതരാവുകയില്ല എന്ന്. ഞാൻ എന്നിട്ട് ഈ മകന് പറഞ്ഞു കൊടുത്ത വചനതാ, മോനെ, കർത്താവിന് വേണ്ടി നീ കാത്തിരിക്കുക. നീ നിൻ്റെ ജീവിതം അവസാനിപ്പിക്കാനല്ല തീരുമാനിക്കേണ്ടേ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുക. എൻ്റെ ജീവിതത്തിൽ ഒന്നും അവസാനമില്ല, ദൈവത്തിന് സാധ്യമല്ല. നമുക്ക് ചിലപ്പോൾ തോന്നും ഞാനിപ്പോൾ മരിക്കും, ഞാനിപ്പോൾ തീരും, എന്നെക്കൊണ്ട് പറ്റില്ല, മുന്നോട്ട് പോകാൻ സാധ്യമല്ല, ഞാൻ എങ്ങനെ ജീവിക്കും, വലിയൊരു കടബാധ്യതയൊക്കെ മുന്നിൽ നിൽക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓർക്കണം, കർത്താവ് നമ്മളങ്ങനെ ഇട്ടേച്ചൊന്നും പോകത്തില്ല. സങ്കടങ്ങളൊക്കെ ഉണ്ടാവുന്നേ, വിഷമങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് തീരാത്ത സങ്കടങ്ങൾ. എന്നും ചിലപ്പോൾ ആ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കരയണേ. ചിലപ്പോൾ എൻ്റെ മോൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ഒരു ജോലി കിട്ടാനായിരിക്കും, ചിലപ്പോൾ ഒരു ഇൻ്റർവ്യൂ പാസ്സാകാനായിരിക്കും, ഒന്ന് വിദേശത്ത് പോകാനായിരിക്കും, ചിലപ്പോൾ വിദേശത്തായിരിക്കും എൻ്റെ മോനെ മോളോർത്തിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു വീട് വെക്കാനായിരിക്കും, ചിലപ്പോൾ എൻ്റെ കടബാധ്യത മാറാനായിരിക്കും, ചിലപ്പോൾ എൻ്റെ അസുഖം മാറാനായിരിക്കും. നമ്മളെല്ലാ ദിവസവും ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ആ കാര്യം ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യത്തിലുണ്ട്. വിഷമിക്കരുതെന്ന് പറയണേ. ഈശോ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ സങ്കടപ്പെടുന്നത് ഈശോയ്ക്ക് അറിയാം. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ സങ്കടപ്പെട്ടാലാ നേടിയെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഏത് കാര്യം നേടിയെടുക്കണമെങ്കിൽ അതിന് പിന്നിൽ ഇച്ചിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പഠിക്കുന്ന ഒരു കൊച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഇച്ചിരി കഷ്ടപ്പെടണവൻ, വെറുതെ കിട്ടത്തില്ല. ദൈവാനുഗ്രഹം അങ്ങനെ തന്നെയാണ്. നമ്മൾ ചിലപ്പോൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടി വരും, ഉപവാസം എടുക്കേണ്ടി വരും, വിലപിക്കേണ്ടി വരും, തമ്പുരാൻ്റെ മുമ്പിൽ കരയേണ്ടി വരും. ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കുക. ഈശോയെ, എൻ്റെ വിഷമങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിൻ്റെ മുമ്പിൽ വന്നിരിക്കുക, എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ജീവിതത്തെ ചേർത്ത് പിടിക്കണേന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ വേദനകൾക്ക് ഉത്തരം തരണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ജീവിതത്തിൽ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ നിന്നെ ഇട്ടേച്ച് പോകില്ല കർത്താവേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണേന്ന് പ്രാർത്ഥിക്കുക. സങ്കീർത്തനത്തിൻ്റെ 121:5 നമ്മൾ വായിക്കുന്നില്ലേ, കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലത്തുഭാഗത്തുണ്ട്. എൻ്റെ കർത്താവ് എൻ്റെ കാവൽക്കാരനാ, എൻ്റെ സംരക്ഷകനാ, എൻ്റെ ജീവിതത്തിൻ്റെ ആണിക്കല്ല അവനാ. അവൻ നോക്കിക്കൊള്ളു എന്നെ. നീ തമ്പുരാൻ്റെ കൂടെ നിൽക്കുക. ഇച്ചിരി വേദന ഉണ്ടാകുമ്പോൾ, ഇച്ചിരി സങ്കടം നേരിടുമ്പോൾ, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇട്ടേച്ച് പോകാൻ നോക്കരുത്. കൂടുതൽ ആത്മാർത്ഥതയോടെ ചേർത്ത് പിടിക്കണം ദൈവത്തെ. ഇച്ചിരി വിഷമം വരുമ്പോൾ ഞാൻ പ്രാർത്ഥന ഉപേക്ഷിച്ചു, നിർത്തി, വേണ്ട, ഇനി ആവശ്യമില്ല, പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ദുരിതങ്ങളുള്ളൂ, അങ്ങനെ ചിന്തിക്കരുത്. പ്രാർത്ഥിക്കുന്നവർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്ന് ചിന്തിക്കുക. പ്രാർത്ഥിക്കുന്നവർ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ, ഉയർച്ചയുണ്ടായിട്ടുള്ളൂ. അല്ലാത്തവർ ഉയരും, പക്ഷേ ജീവിതത്തിൻ്റെ ഒരു സുപ്രഭാതത്തിൽ അവർ തകർന്ന് വീണുപോകും. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവൻ ഒരിക്കലും വീടില്ല. അവൻ തനിയല്ല, അവൻ്റെ കൂടെ ഒരു കർത്താവുണ്ട്. അവൻ കർത്താവിനെ ആശ്രയിക്കുമ്പോൾ ആ കർത്താവ് അവനെ വളർത്തിക്കൊണ്ടുപോകും. അതുകൊണ്ടാണ് പറയണേ, വേദനകളും ദുരിതങ്ങളും ഒക്കെ നമുക്കുണ്ട്, പ്രയാസങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. ദൈവത്തിന് മുമ്പിൽ കൊടുക്കുക. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. എൻ്റെ സങ്കടങ്ങൾക്ക് ഉത്തരം തരണേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ഈ നിമിഷം ഓർക്കാം. ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക്, ആ ദിവ്യകാരുണ്യനാഥനെ നോക്കിയിട്ട് ആ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കുക. എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ, എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ പ്രശ്നങ്ങളെ ഒക്കെ ഒന്ന് കൊടുക്കുക. ഒന്ന് കടന്നു വരണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പാടി പ്രാർത്ഥിക്കുക. കരുണ തോന്നണേ, എന്നിൽ അലിവ് തോന്നണേ, പാപിയാണ് കർത്താവേ, ഞാൻ പാപിയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ആവശ്യങ്ങളെയും മുഴുവൻ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഇരുകരങ്ങളിൽ നീട്ടി ഈ ദിവ്യകാരുണ്യനാഥനെ നോക്കി വിശ്വാസത്തോടെ നമുക്കെല്ലാവർക്കും പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി കരുണ
അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഇരുകരങ്ങൾ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈശോയുടെ സന്നിധിയിൽ വിവാഹം നടക്കാത്ത മക്കളെ നമുക്കൊന്ന് സമർപ്പിക്കാം. നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്, നമ്മുടെ ഇടവകയിൽ തന്നെ പ്രായമായി 40 വയസ്സ് 34 വയസ്സ് വിവാഹം നടക്കാതെ വിഷമിക്കുന്ന മക്കളുണ്ട്. നമ്മുടെ സമൂഹത്തിലൊക്കെ ഉണ്ട്, നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഇടയിലുണ്ട്. തമ്പുരാൻ്റെ മുമ്പിൽ കൊടുക്കുക. കർത്താവേ, ഉത്തമയായ ഒരു ഭാര്യനെ അല്ലെങ്കിൽ ഭർത്താവിനെ കിട്ടാൻ അവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി മക്കൾ ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് ഒരു ജോലി കിട്ടാതിരിക്കുമ്പോൾ, അതുപോലെ തന്നെ വിദേശത്തേക്ക് വിസയ്ക്ക് എടുത്തിട്ട് പോയേക്കാ, ജോലി കിട്ടിയിട്ടില്ല, പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എത്ര മക്കളാണെന്നറിയോ ഓരോ ദിവസം പറയണേ, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കച്ചാ, ഒന്ന് പ്രാർത്ഥിക്കച്ചാ, ജോലിയില്ല അച്ഛാ, 2 മാസത്തിനുള്ളിൽ വിസ കട്ടാവച്ചാ, തിരിച്ചു പോകണം, ജോലി കിട്ടിയാലേ നിൽക്കാൻ പറ്റുള്ളൂ, കടം എടുത്തിട്ടാണ് വന്നേക്കണേ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എല്ലാവരിൽ നിന്നും കടം വാങ്ങിച്ചിട്ട് ഇപ്പോൾ വിദേശത്തേക്ക് പോയിക്കുക. ഒരു കൂട്ടുകാരി പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, നമുക്ക് ജോലി അന്വേഷിക്കാം. ഇതുവരെ ഒത്തിരി കടകൾ കയറി ഇറങ്ങി, ഒരു ജോലി കിട്ടണില്ല. വല്ലാത്ത സങ്കടം നിറഞ്ഞൊരവസ്ഥ. ഈശോയുടെ മുമ്പിൽ കൊടുക്കാം. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർ, വിദൂരത്തൊക്കെ ആയിരിക്കുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, ചിലപ്പോൾ ഒക്കെ ഒരു മുറിയിൽ അവർ കിടന്നുറങ്ങണേ. മുറിയൊന്നും ഉണ്ടാവില്ല, ഈ കട്ടിലിൻ്റെ തട്ടിലൊക്കെ ഓരോ കട്ടിലിങ്ങനെ തിരിച്ചിരിച്ചിട്ട് അതിലൊക്കെ സങ്കടപ്പെട്ട് കിടന്നുറങ്ങുക, കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അതിനേക്കാളും സുഖം ഒരു കട്ടിലിൽ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങണു. അവിടെ ചൂടത്ത് മഞ്ഞത്ത് ഒക്കെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് പലരും ജീവിക്കണേ. അവരൊക്കെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കൊടുക്കാൻ, ദൈവമേ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അവരെ ശക്തിപ്പെടുത്തണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അവരുടെ ജീവിതത്തിലേക്ക് നിൻ്റെ കരുണ വർഷിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇരുകരങ്ങളും നീട്ടി ഈ ദിവികാരൻ്റെ നാഥനെ നോക്കി വിശ്വാസത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തുമെന്ന് പറയണേ. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നമ്മൾ ഉയർത്തും. നമ്മുടെ ജീവിതത്തിൽ എന്ത് വലിയ പ്രശ്നമുണ്ടെങ്കിലും ഈശോയുടെ മുമ്പിൽ കൊടുക്കുക. പഠിക്കുന്ന നമ്മുടെ മക്കളെ കൊടുക്കാം. ഹോസ്റ്റലിലൊക്കെ ആയിരിക്കുന്നവരുണ്ട്, ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ചില അമ്മമാർ വന്നിട്ട് പറയും, അച്ഛൻ എൻ്റെ മോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. എത്ര പേരാണെന്നറിയോ, ഇപ്പോൾ പല മക്കൾക്കും പരീക്ഷകളൊക്കെ നടക്കാൻ പോവുക. കഴിഞ്ഞ ദിവസം കുറച്ച് മക്കൾ എല്ലാവരും കൂടി, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛാ, പരീക്ഷകളാണ്, സപ്ലിയൊക്കെ ഉണ്ട്, ഒന്ന് പാസ്സാകണം. എത്ര മക്കളാണെന്നറിയോ അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുക. ഹോസ്റ്റൽ ലൈഫ് അനുഭവിക്കുന്നവർ, അതുപോലെ പഠിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾ, വിദൂരങ്ങളിൽ പഠിക്കാനൊക്കെ പോയിട്ടുള്ള മക്കളുണ്ട് നമ്മുടെ ഇടയിൽ, അല്ലേ? ജോലിക്ക് പോയിട്ടുള്ള മക്കളുണ്ട്. പലർക്കും പല ബുദ്ധിമുട്ടുകളാണ്, പലതും പറയുന്നില്ല എന്നുള്ളവർ, ഒറ്റപ്പെടുന്ന ഫീലിങ്, സങ്കടപ്പെടുന്ന അവസ്ഥ. ഈശോയുടെ മുമ്പിൽ കൊടുക്കാം. ഈശോയെ അവരെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 10ാം ക്ലാസ്സിൽ +2 പഠിക്കുന്ന മക്കൾ, ചില മാതാപിതാക്കൾക്ക് ഭയങ്കര ആകുലതയാണ്. എന്താകും എൻ്റെ മക്കൾ പഠിക്കണ്ട, അവർ ജയിക്കുമോ? ഭയങ്കര ബുദ്ധിമുട്ടിലൂടെ മാതാപിതാക്കൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പെടുന്നത് മുഴുവൻ അവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ സങ്കടപ്പെടുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുക. OET IELTS PSC ടെസ്റ്റുകളൊക്കെ ഒരുങ്ങുന്നവർ, ജർമ്മൻ കോഴ്സ് പഠിക്കുന്നവർ, വിസയുടെ തടസ്സം മൂലം ബുദ്ധിമുട്ടുന്ന മക്കൾ, ഇങ്ങനെ ഒത്തിരി തടസ്സങ്ങളൊക്കെ അനുഭവിക്കുന്ന മക്കളുണ്ട്. ഈശോയുടെ മുമ്പിൽ കൊടുക്കുക. ഈശോയെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും, തടസ്സങ്ങൾ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിൻ്റെ കരുണ വർഷിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇരുകരങ്ങളും നീട്ടി ഈ ദിവികാരൻ്റെ നാഥനെ നോക്കി വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷം പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി പാടി. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ.
പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കില്ലെന്ന്, ആപത്തിൽ അവിടുന്ന് അവനെ രക്ഷിക്കുമെന്ന് പറയണേ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ പരിശ്രമിക്കുക. എത്ര വലിയ ദുരിതമുണ്ടെങ്കിലും എത്ര വലിയ വേദനയുണ്ടെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്കെല്ലാം കൊടുക്കാം. നമ്മുടെ കുടുംബത്തെ ഒന്ന് സമർപ്പിക്കാം. കടബാധ്യതകൾ അനുഭവിക്കുന്ന എന്തോരം മക്കളുണ്ടെന്നറിയോ? കടം വാങ്ങിച്ചിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റണില്ല, ലോണിന് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്, അസുഖം മാറാൻ പ്രാർത്ഥിക്കുന്ന ഒത്തിരി മക്കളുണ്ട് നമ്മുടെ ഇടയിൽ. ക്യാൻസർ മൂലം പലവിധ വേദനകളാണ്, കൈയുടെ വേദന, കാലിൻ്റെ വേദന, ഷോൾഡറിൻ്റെ വേദന, തലവേദന, പല അസ്വസ്ഥതകളാണ്. ഈശോയുടെ മുമ്പിൽ കൊടുക്കാം. ഈശോയെ, എൻ്റെ അസ്വസ്ഥതകളൊക്കെ ഒന്ന് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ കുടുംബത്തെയും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിലും പലവിധ ബുദ്ധിമുട്ടുകളുണ്ട്. സ്വസ്ഥതയില്ല, സമാധാനമില്ല, എന്നും വഴക്കും ഒച്ചപ്പാടും ബഹളവും. ചിലരൊക്കെ പറയാച്ച വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും ബഹളോ, ഒരു സ്വസ്ഥതയില്ല. പുറത്തേക്ക് പോയ ഒരു കുഴപ്പമില്ല. ഈശോയുടെ മുമ്പിൽ കൊടുക്കാം. നമ്മുടെ കുടുംബത്തെ കൊടുക്കാം, നമ്മുടെ കടബാധ്യതകൾ കൊടുക്കാം, നമ്മുടെ രോഗങ്ങൾ കൊടുക്കാം, നമ്മുടെ അസ്വസ്ഥതകൾ കൊടുക്കാം, ആരോടും പറയാത്ത നമ്മുടെ നൊമ്പരങ്ങൾ കൊടുക്കാം. ഒരു നിമിഷം നിശബ്ദമായിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഈ ദിവികാരണനാഥനെ നോക്കിയിട്ട് പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ വേദന ഇതൊക്കെയാ, എൻ്റെ സങ്കടം ഇതൊക്കെയാ, ഒന്ന് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുക. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ഈ ദിവികാരണനാഥനെ നോക്കിയവരാരും ജീവിതത്തിൽ ഇതുവരെ തോറ്റുപോയിട്ടില്ല. അവനെ ചേർത്ത് പിടിച്ചവർക്ക് ആർക്കും അനുഗ്രഹങ്ങൾ കിട്ടാതിരുന്നിട്ടുമില്ല. ആരൊക്കെ അവൻ്റെ മുമ്പിൽ നിലവിളിച്ചിട്ടുണ്ടോ അവരൊക്കെ അവൻ തൊട്ടിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്, വേണ്ടത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്നതെല്ലാം കിട്ടിയെന്ന് വരില്ല, പക്ഷെ ജീവിക്കാനുള്ളത് എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നത് എൻ്റെ തമ്പുരാൻ തരും. എൻ്റെ ജീവിതത്തിന് നല്ലതാണേ എൻ്റെ തമ്പുരാൻ തരും. അല്ലാണ്ട് ഞാൻ ആവശ്യപ്പെടുന്നതെല്ലാം തമ്പുരാൻ തരില്ല. ഞാൻ ആവശ്യപ്പെടുന്നതെല്ലാം തമ്പുരാൻ നോക്കും. എൻ്റെ ജീവിതത്തിന് നല്ലതാണോ മോശമാണോ? മോശമാണെങ്കിൽ ഒരിക്കലും തരില്ല, എത്ര പ്രാർത്ഥിച്ചാലും തരില്ല. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ നിയോഗങ്ങൾ ഈശോയുടെ മുമ്പിലേക്ക് കൊടുക്കാം. ഈശോയെ, എൻ്റെ ആവശ്യങ്ങളും വേദനകളും ഇതൊക്കെയാണ്, ഒന്ന് നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ഇരുകരങ്ങളെ നീട്ടി ഈ ദിവികാരണനാഥനെ നോക്കി വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കിരുകരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ഈശോയുടെ നാമം പറഞ്ഞ് നമ്മളൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. ഒത്തിരി അഭിഷേകമുണ്ട് ഈശോയുടെ നാമത്തിന്, ഒത്തിരി അനുഗ്രഹമുണ്ട് ഈശോയുടെ നാമത്തിന്. നിങ്ങൾ ഈശോയെ മാത്രം നോക്കിയാൽ മതി, ആരെയും നോക്കാൻ പോകണ്ട. ഈശോയെ മാത്രം നോക്ക്. ഈശോയെ വിളിച്ചവരാരും ജീവിതത്തിൽ ഒത്തിരി വേദനകളിലേക്ക് ഈശോ കടത്തിവിട്ടിട്ടില്ല. എത്ര വേദനയുണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച് ഈശോ കൊണ്ടുപോയിട്ടുണ്ട്. നിലവിളിച്ചവൻ്റെ കണ്ണീരൊപ്പിയ ദൈവം നമ്മുടെ ദൈവം, കരയുന്നവൻ്റെ ചേർത്ത് പിടിച്ചവനാ ദൈവം നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കണേ. ഇരുകരങ്ങൾ ഉയർത്തി ഈ ദിവികാരണനാഥനെ നോക്കി വിശ്വാസത്തോടെ നമുക്കെല്ലാവർക്കും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഈ മക്കളുടെ പ്രാർത്ഥനകൾ കേട്ട് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവർ വിശ്വാസത്തോടെ നിന്നെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇവരെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണമേ. ഞങ്ങളുടെ വേദനകൾ ചേർത്ത് പിടിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ മുമ്പിൽ നിലവിളിക്കുന്ന ഈ മക്കളുടെ സങ്കടങ്ങൾക്ക് നീ ഉത്തരം കൊടുക്കണേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഈ നിമിഷം ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും
പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയുടെ സന്നിധിയിലേക്ക് ഇരുകരങ്ങൾ നമുക്ക് നീട്ടിപ്പിടിക്കാം. ഈശോയെ നോക്കാം, നമ്മുടെ വേദനകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, മക്കളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഇവരുടെ വേദനകളും സങ്കടങ്ങളും നീ എടുത്തു മാറ്റണേ കർത്താവേ. ഇവരുടെ ജീവിതത്തെ, ഇവരുടെ കുടുംബത്തെ, ഇവരുടെ ആവശ്യങ്ങളെ, ഇവരുടെ വേദനകളെ, ഇവരുടെ രോഗങ്ങളെ, സാമ്പത്തിക ഞെരുക്കങ്ങളെ, മക്കളെക്കുറിച്ചുള്ള ആകുലതകളെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോനാഥ, ഈ മക്കളുടെ പ്രാർത്ഥനകൾ കേട്ട് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരെ വിശുദ്ധീകരിക്കണേ ഈശോയെ, ഇവരെ ചേർത്ത് പിടിക്കണേ ഈശോയെ. നിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഈ മക്കളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും കൃപകളും ചൊരിയണേ കർത്താവേ. നിൻ്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ നൽകുമെന്ന് പറഞ്ഞ കർത്താവേ, ഈ മക്കളെ വിശുദ്ധീകരിക്കാൻ, അനുഗ്രഹിക്കാൻ നീ കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്